ലെമ്മ 3 ആണ് ഞാൻ എടുക്കണേ. ലെറ്റ് ക്യൂ ഓഫ് എക്സ് ബി എ പോസിറ്റീവ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1 ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവൽ ക്ലോസ്ഡ് എ ബി. അപ്പോൾ ലെറ്റ് ക്യൂ ഓഫ് എക്സ് ബി എ പോസിറ്റീവ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യേണ്ടത് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി വൈ ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഫോർ ഈച്ച് ലാംഡ ലെറ്റ് വൈ ലാംഡ ഓഫ് എക്സ് ബി ദ യൂണിക് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1. അപ്പോൾ ഇക്വേഷൻ 1ൻ്റെ യൂണിക് സൊല്യൂഷനാണ് വൈ ലാംഡ ഓഫ് എക്സ് for each lambda, which satisfy the initial conditions y lambda of a equal to 0 and y dash lambda of a equal to 1. രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. y lambda of a equal to 0യും y dash lambda of a equal to 1ഉം. Then there exists an increasing sequence of positive numbers lambda 1 less than lambda 2 less than etc. less than lambda n less than etc. അപ്പോൾ ഒരു ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ലാംഡ 1 ലെസ് ദാൻ ലാംഡ 2 ലെസ് ദാൻ എക്സെട്ര. ദാറ്റ് അപ്രോച്ചസ് ഇൻഫിനിറ്റി. അത് ഇൻഫിനിറ്റിക്ക് അപ്രോച്ച് ചെയ്യും. ആൻഡ് ഹാസ് പ്രോപ്പർട്ടി ദാറ്റ് വൈ ലാംഡ ഓഫ് ബി ഈക്വൽ ടു 0. ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. വൈ ലാംഡ ഓഫ് ബി ഈക്വൽ ടു 0 ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ ഈക്വൽസ് വൺ ഓഫ് ദ ലാംഡയൻസ്. if and only if condition ആണ് which equals lambda equals one of the lambdans. Furthermore, the function y lambda n of x has exactly n minus 1 zeros in the open interval open AB. Furthermore, ഈ ഫംഗ്ഷൻ y lambda of x has exactly n minus 1 zeros ഉണ്ട്. ഓപ്പൺ എ ബിയിൽ n minus 1 zeros ഉണ്ടെന്ന് കാണിക്കണം. പ്രൂഫ്. ഫോർ ഈച്ച് ലാംഡ കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആൻഡ് ലെറ്റ് y ലാംഡ ഓഫ് എക്സ് ബി ഇറ്റ്സ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഈച്ച് ലാംഡയ്ക്ക് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. y ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. അതിൻ്റെ നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് y ലാംഡ ഓഫ് എക്സ്. ഇഫ് ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ലാംഡ ക്യൂ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ലാംഡ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് സോ നോൺ ട്രിവിയൽ സൊല്യൂഷൻ y ലാംഡ ഓഫ് എക്സ് ഹാസ് അറ്റ് മോസ്റ്റ് 1 0 ബൈ തിയറം ബി സെക്ഷൻ 22. സെക്ഷൻ 22ലെ തിയറം ബി പറയുന്നത് എന്താ? ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. യു ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് യു ഡബിൾ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് യു ഈക്വൽ ടു 0. ആ ഇക്വേഷൻ്റെ നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് യു ഓഫ് എക്സ് ആണെങ്കിൽ ദെൻ യു ഓഫ് എക്സ് ഹാസ് അറ്റ് മോസ്റ്റ് 1 0. അപ്പോൾ യു ഓഫ് എക്സിന് അറ്റ് മോസ്റ്റ് 1 0 എങ്കിലും ഉണ്ടാവും. അതുപോലെ തന്നെ ആ തിയറം വെച്ചിട്ട് ഇവിടെ നമുക്ക് പറയാം ആ നോൺ ട്രിവിയൽ സൊല്യൂഷൻ y ലാംഡ ഓഫ് എക്സിന് അറ്റ് മോസ്റ്റ് 1 0 ഉണ്ടാവും. ഗിവൺ ദാറ്റ് y ലാംഡ ഓഫ് എ ഈക്വൽ ടു 0. നമുക്ക് തന്നുണ്ട് y ലാംഡ ഓഫ് എ എന്ന് പറയുന്നത് 0 ആണ്. Therefore, there exists no other zeros for y lambda of x to the right of a. അങ്ങനെയാണെങ്കിൽ y ലാംഡ ഓഫ് എക്സിൻ്റെ എൻ്റെ റൈറ്റ് ഭാഗത്ത് നമ്മുടെ സൊല്യൂഷൻ y ലാംഡ ഓഫ് എക്സിന് സീറോസ് ഉണ്ടാവില്ല, എക്സിസ്റ്റ് ചെയ്യില്ല. Therefore, we assume that lambda greater than 0. അപ്പോൾ നമ്മൾ ലാംഡ ഗ്രേറ്റർ ദാൻ 0 എന്ന് അസ്യൂം ചെയ്തു. സിൻസ് ക്യൂ ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഇറ്റ് ഈസ് ബൗണ്ടഡ്. ക്യൂ ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, പോസിറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ അത് ബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ് ആവുമ്പോൾ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഒരു നാച്ചുറൽ നമ്പർ എമ്മും സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ
we can find small m and capital M such that m square less than q of x less than m square, capital M square. അതിന് ലാംഡ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തു. ലാംഡ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ലാംഡ എം സ്ക്വയർ ലെസ് ദാൻ ലാംഡ ക്യൂ ഓഫ് എക്സ് ലെസ് ദാൻ ലാംഡ എം സ്ക്വയർ, ക്യാപിറ്റൽ എം സ്ക്വയർ. ബൈ കൺസിഡറിങ് ദ ത്രീ ഇക്വേഷൻ y double dash plus lambda m square y equal to 0, y double dash plus lambda q of x y equal to 0, y double dash plus lambda capital M square y equal to 0. നമ്മൾ സ്റ്റെം കമ്പാരിസൺ തിയറം വെച്ചിട്ടാണ് ഈ 3 ഇക്വേഷൻസ് എഴുതുന്നത്. സപ്പോസ് ലാംഡ ഗ്രേറ്റർ ദാൻ 0 is very small, then it is possible to find a sufficiently small lambda pi by root lambda m capital M greater than or equal to b minus a. ലാംഡ എന്ന് പറയുന്നത് സ്മോൾ ആയിട്ട് എടുത്തു. റൂട്ട് ലാംഡ അപ്പോൾ ഒന്നുകൂടി സ്മോൾ ആയിരിക്കും. അപ്പോൾ പൈ ബൈ റൂട്ട് ലാംഡ എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും, ലാർജ് ആയിരിക്കും. ദെർഫോർ പൈ ബൈ റൂട്ട് ലാംഡ എം ഗ്രേറ്റർ ദാൻ ബി മൈനസ് എന്ന് എഴുതാം. ഈ പൈ ബൈ റൂട്ട് ലാംഡ എമ്മിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ 1 ഗ്രേറ്റർ ദാൻ റൂട്ട് ലാംഡ എം ഇൻറ്റു ബി മൈനസ് എ ബൈ പൈ എന്ന് എഴുതാം. ദെർഫോർ എൻ ഗ്രേറ്റർ ദാൻ റൂട്ട് പൈ എം ഇൻറ്റു ബി മൈനസ് എ ബൈ പൈ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇപ്പോൾ നമ്മൾ ഒരു നാച്ചുറൽ നമ്പർ ആഡ് ചെയ്താലും എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ന് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എൻ ഗ്രേറ്റർ ദാൻ റൂട്ട് ലാംഡ എം ഇൻറ്റു ബി മൈനസ് എ ബൈ പൈന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ റൂട്ട് ലാംഡ എം ഇൻറ്റു സ്മോൾ എം ഇൻറ്റു ബി മൈനസ് എ ബൈ പൈ ലെസ് ദാൻ എൻ ലെസ് ദാൻ റൂട്ട് ലാംഡ ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ ബൈ പൈ ഫോളോസ് ഫ്രം ലെമ 2. ലെമ 2 വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. If it follows that y lambda of x of y double dash plus lambda q of x y equal to 0 vanishes at a and b and n minus 1 points between them is not true. അപ്പോൾ നമുക്ക് കിട്ടി ബട്ട് y ലാംഡ ഓഫ് എക്സ് എന്തിൻ്റെ y ഡാഷ് പ്ലസ് ലാംഡ ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. അതിൻ്റെ നോൺ ട്രിവിയൽ സൊല്യൂഷനായിട്ട് y ലാംഡ ഓഫ് എക്സ് എന്ന് പറയുന്നത് എയും ബിയിലും വാനിഷ് ആയിട്ട് n-1 പോയിൻറ്റ്സ് അതിൻ്റെ ഉള്ളിലുള്ള n-1 പോയിൻറ്റ്സ് ഇല്ലാന്ന് നമുക്ക് കിട്ടും. ബട്ട് വി ഹാവ് y ലാംഡ ഓഫ് എ ഈക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് y ലാംഡ ഓഫ് എ ഈക്വൽ ടു 0 ആണ്. Therefore, in this case, we conclude that when lambda is positive and small, y lambda of x has no zeros to the right of a. അപ്പോൾ നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം, ലാംഡ പോസിറ്റീവും സ്മോളായ കാരണം y ലാംഡ ഓഫ് എക്സിന് സീറോസ് എൻ്റെ റൈറ്റ് ഭാഗത്തേക്ക് സീറോസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. Therefore, we consider lambda which increases to a point such that പൈ ബൈ റൂട്ട് ലാംഡ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് ലാംഡ ഇൻക്രീസ് ചെയ്യുമ്പോൾ പൈ ബൈ റൂട്ട് ലാംഡ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ദാറ്റ് y ലാംഡ ഓഫ് എക്സ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 0 ഇൻ ക്ലോസ് ഇൻറ്റർവൽ എ ബി ടു ദ റൈറ്റ് ഓഫ് എ. അപ്പോൾ എൻ്റെ റൈറ്റ് ഭാഗത്തേക്ക് y ലാംഡ ഓഫ് എക്സിന് അറ്റ്ലീസ്റ്റ് 1 0 എങ്കിലും ഉണ്ടാവും. Therefore, as lambda increases to infinity, the number of zeros of y lambda of x on closed interval a b tend towards infinity. ഇപ്പോൾ ലാംഡ ഇൻഫിനിറ്റിക്ക് ഇൻക്രീസ് ആവുമ്പോൾ അതിൽ നമ്പർ ഓഫ് സീറോസ് ഓഫ് y ലാംഡ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിക്ക് ടെൻഡ് ചെയ്യും. ബൈ ലെമ 1, the nth zero of y lambda of x to the right of a moves to the left of corresponding zeros of y lambda of x as lambda increases. അപ്പോൾ നമുക്ക് ലെമ 1 വെച്ചിട്ട് പറയാൻ പറ്റും nth സീറോ ഓഫ് y ലാംഡ ഓഫ് എക്സ് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് എ മൂവ്സ് ടു ദ ലെഫ്റ്റിക്ക് പോവും
ഓഫ് വൈ ലാംഡ ഓഫ് എക്സ് ആസ് ലാംഡ ഇൻക്രീസ്. ലാംഡ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ലെഫ്റ്റിലേക്ക് പോകും. Therefore, it follows as lambda starts at 0 and increases to infinity. There are infinitely many values lambda 1, lambda 2, etc., lambda n, etc., for which a 0 of y lambda of x reaches b and subsequently enters into the interval. അപ്പോൾ ഇറ്റ് ഫോളോസ് ദാറ്റ് ഇത് ലാംഡ സ്റ്റാർട്ട്സ് അറ്റ് 0 ആൻഡ് ഇൻക്രീസസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ആദ്യം 0യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഫിനിറ്റിക്ക് ഇൻക്രീസ് ആകുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് ഉണ്ടാവും. ലാംഡ 1, ലാംഡ 2, എക്സെട്ര, ലാംഡ n. ഇതിനെല്ലാം വിച്ച് എ 0 ഓഫ് y ലാംഡ ഓഫ് എക്സ് റീച്ചസ് ബി. അങ്ങനെ അത് ബിയിലേക്ക് റീച്ച് ചെയ്യും. അങ്ങനെ ആ ഇൻ്റർവെല്ലിലേക്ക് കടക്കണു. സോ ദാറ്റ് y ലാംഡ n ഓഫ് എക്സ് വാനിഷസ് അറ്റ് എ ആൻഡ് ബി and has n-1 zeros in open AB, it remains to prove that the sequence lambda n, lambda 1, lambda 2, etc., lambda n approaches infinity. Then it is done as follows. അപ്പോൾ നമുക്ക് കിട്ടി ഒരു ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് ഉള്ള ഒരു സീക്വൻസ് നമുക്ക് കിട്ടി. വൈ ലാംഡ എൻ ഓഫ് എക്സ് വാനിഷസ് അറ്റ് എ ആൻഡ് ബി ആൻഡ് അപ്പോൾ നമുക്ക് കിട്ടും വൈ ലാംഡ എൻ ഓഫ് എക്സ് എയും ബിയിലും വാനിഷ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള n-1 സീറോസ് ഓപ്പൺ എ ബിയിലായിരിക്കും ഉണ്ടാവുക. ഇറ്റ് റിമെയിൻ ടു പ്രൂവ്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ n ടെൻസ് ടു ഇൻഫിനിറ്റിക്ക് ടെൻഡ് ചെയ്യണമെന്ന് കാണിച്ചാൽ മതി. ഫ്രം ലെമ 2 വി ഹാവ് റൂട്ട് ലാംഡ n m into b minus a by pi less than n less than root lambda n capital M of b minus a by pi. ഇത് നമ്മൾ നേരത്തെ ലെമ 2 വെച്ചിട്ട് നമ്മൾ എഴുതിയതാണ്. അതിൽ നിന്ന് ആദ്യത്തെ ഭാഗം എടുക്കുക. റൂട്ട് ലാംഡ n m into b minus a by pi less than n അതെടുത്തു. അതിലെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോവും. ലാംഡ n m സ്ക്വയർ ഇൻറ്റു ബി മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ പൈ സ്ക്വയർ ലെസ് ദാൻ n സ്ക്വയർ. ഇനി പൈ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമുക്ക് ലാസ്റ്റ് കിട്ടും ലാംഡ n ലെസ് ദാൻ n സ്ക്വയർ പൈ സ്ക്വയർ ബൈ m സ്ക്വയർ ഇൻറ്റു ബി മൈനസ് എ ഹോൾ സ്ക്വയർ. That is we get n square pi square by capital M square into p minus a whole square less than lambda n less than n square pi square by m square into b minus a whole square. അങ്ങനെ കിട്ടും. As n tends to infinity both the limits of lambda n tends to infinity. അപ്പോൾ നമുക്ക് കിട്ടി n tends to infinity കൊടുക്കുമ്പോൾ ലാംഡ എന്നും ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നത്. Hence the proof.